ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. രാവിലെ 9 മണി. ഇപ്പോൾ വന്നിട്ട് ഇവിടെ 13 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. പുള്ളി അപ്പോൾ സൈഡിൽ നിന്ന് പെട്ടെന്ന് എടുത്ത വണ്ടിയാണത്. നമ്മളപ്പോൾ ഇപ്പോൾ ലക്സംബർഗിലേക്ക് കയറണം. അവിടെ നിന്ന് നമുക്ക് നേരെ ജർമ്മനിയിൽ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പൂക്കളിറക്കാനുണ്ട്. ഇന്നിവിടെ അവധി ദിനമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളായതുകൊണ്ട് അവരവിടെ തുറക്കും എന്നാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം. ഇന്നും നാളെയും വന്നിട്ട് ജർമ്മനിയിൽ അവധി. ജർമ്മനിയല്ല, ഫ്രാൻസ്. ഏകദേശം യൂറോപ്പ് രാജ്യങ്ങളിൽ മൊത്തം ബാനാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇതപ്പോൾ ഇറക്കുന്നത് വരെ കുഴപ്പമില്ല. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ട്രക്ക് സ്റ്റോപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും നിയമപരമായിട്ട്. പിന്നെ വണ്ടി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കാലത്തെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ പ്ലാനിങ് പ്രകാരം ഇന്നവിടെ ലോഡ് ഇറക്കിയിട്ട് അവിടെ തന്നെ വണ്ടി ഒതുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ലക്സംബർഗിൻ്റെ ബോർഡറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ഈ പറഞ്ഞ സംഭവം. ലക്സംബർഗിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ലക്സംബർഗ്, നെതർലൻഡ്സ്, അങ്ങനെ സുവേസിയ, അങ്ങനെ ഒരു 3-4 രാജ്യങ്ങൾ, ഡെൻമാർക്ക്, ഇതിലേക്കൊക്കെ കയറണമെങ്കിൽ എല്ലാം കൂടെ ഒരെണ്ണം എടുത്താൽ മതി. അതുകൊണ്ട് 24 മണിക്കൂറകത്ത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാം. 13 യൂറോ ഉള്ളൂ. അടുത്ത ജൂലൈ മാസം മുതൽ, ഈ വർഷം ജൂലൈ മാസം മുതൽ നെതർലൻഡ്സ് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന കേട്ടെ. അതിനപ്പോൾ പ്രത്യേക ടോൾ കൊടുക്കേണ്ടി വരും അവിടെ കയറാനായിട്ട്. ഇതാണ് ഇവിടെ മുതൽ അപ്പുറത്തോട്ടാണ് ലക്സംബർഗ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ചില സമയത്ത് ചെക്കിങ് ഉണ്ടാവും. അതിനവർ ഇവിടെയാണ് വണ്ടി പിടിച്ചില്ല. ഇതിപ്പോൾ അടച്ചിട്ടേക്കണം. ഇവിടെ ചെക്ക് ചെയ്തിട്ട് വണ്ടി വിടാറുണ്ട്. ഇന്നിപ്പോൾ ഫീസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചെക്കിങ് ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ലക്സംബർഗിലേക്ക് കയറി. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 90 ഇതിന് ശേഷം ജർമ്മനിയിലേക്ക് കയറുമ്പോൾ അവിടെ 80 ട്രക്കുള്ള സ്പീഡ് ലിമിറ്റ്. നമ്മളപ്പോൾ 2 വഴി കൂടെ പോവാറ്. ഇപ്പം നമ്മൾ ജർമ്മനിക്ക് പോകണേ. സാധാരണ നമ്മൾ നെതർലൻഡ്സ് കൂടിയിട്ട് കയറാറുള്ളത് ബെൽജിയത്തേക്കായിരുന്നു. ബെൽജിയത്തിൽ നിന്ന് നെതർലൻഡ്സ്. പക്ഷേ നമുക്കിപ്പോൾ ജർമ്മനി പോകേണ്ടതുകൊണ്ട് രണ്ടും 2 റൂട്ടാണ്. ഇപ്പോൾ നമുക്ക് വലതു ഭാഗത്തേക്ക് പോകണ്ടേ ലക്സംബർഗിൻ്റെ.
അവിടെ നിന്ന് ക്ലോൺ കയറി നേരെ മുകളിലേക്ക് ഒരു 228 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇനി ലോഡ് ഇറക്കണ സ്ഥലത്തേക്ക്. രാവിലെ 9 മണി ആയതുകൊണ്ടും അതുപോലെ തന്നെ അവധി ദിനമായതുകൊണ്ടും വലിയ തിരക്കില്ല. നമുക്കിനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കഴിയുമ്പോൾ ലക്സംബർഗിൻ്റെ സെൻറ്ററിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് റൗണ്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മളിപ്പോൾ ലക്സംബർഗ് അതിൻ്റെ സെൻറ്റർ കവർ ചെയ്ത് ഇപ്പം ജർമ്മനിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് ഇവിടുത്തെ. ട്രക്കുകൾക്ക് സാധാരണ രീതിയിൽ അവിടെ ആവശ്യമില്ലെങ്കിൽ അവിടേക്ക് ലോഡോ അൺലോഡിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ കയറാൻ ശരിക്കും പറഞ്ഞാൽ പാടില്ല. ഞാൻ ആയിക്കോട്ടെ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ ഇവിടുന്ന് ലോഡ് കയറ്റാനായിട്ട് ലക്സംബർഗിൽ നിന്ന്. ഗ്രാമമൊക്കെ ശരിക്കും നല്ല ഗ്രാമം പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അന്ന് ഞാൻ ഗ്രാമത്തിൻ്റെ അകത്താണ് വണ്ടിയിട്ട്, പക്ഷേ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ നിർത്തിയൊന്നുമില്ല, അവർ സൈഡിൽ കൂടെ കയറി പോവുകയാണ് ചെയ്തത്. പിന്നെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് അന്ന് വെളുപ്പിനെ തന്നെ ഞാൻ അവിടെ നിന്ന് കയറിപ്പോയി. ഫ്രാൻസിൽ കയറി സ്പെയിനിലേക്കുള്ള ഓട്ടായിരുന്നു അന്ന്. ഇവിടെ നിന്ന് ഇനി അധികം താമസിയാതെ നമ്മൾ ഇതിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യും. കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ലക്സംബർഗിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതുപോലത്തെ പാടശേഖരങ്ങൾ കണ്ടമാനം കാണാം. കൃഷി ഒന്നുമില്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഹൈവേയുടെ സൈഡിൽ. അത് ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഗവൺമെൻറ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് സഹായിക്കുന്നുണ്ട്, കാര്യമായിട്ടല്ലെങ്കിൽ. നഷ്ടം വരാറില്ല എന്തായാലും. ഇപ്പം ഏകദേശം നമ്മൾ ജർമ്മനിയുടെ ബോർഡറിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-2.5 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്തെത്താം. ഇത് ഇവിടുത്തെ പോലീസ് വണ്ടി. അതിൻ്റെ അങ്ങേയറ്റത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. സാധാരണ വണ്ടികളൊക്കെ ഇവിടെ വരുമ്പോഴാണ് ഡീസൽ അടിക്കാൻ കയറാം.
കാരണം ഇവിടെ ടാക്സ് ഭയങ്കര കുറവാണ്. ചില സംഭവങ്ങൾക്ക് ടാക്സ് തന്നെ ഇല്ല. പക്ഷെ ഞങ്ങളുടെ കമ്പനി നമ്മളങ്ങനെ അടിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. കാരണം ഇപ്പോൾ സ്പെയിനിൽ നിന്ന് അടിച്ച് കയറിയ കാരണം കൊണ്ട് തിരിച്ചവിടെ കയറുമ്പോൾ തന്നെ തിരിച്ചെത്താനുള്ള സംഭവം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പേര് ലക്സംബർഗിൽ നമ്മൾ നിർത്താറില്ല ഇപ്പോൾ ഡീസൽ അടിക്കാനായിട്ട്. ലക്സംബർഗിൻ്റെ മെട്രിക്കുളയ്ക്ക് സാധാരണ ഇതിൽ മഞ്ഞ ഇതിലടിക്കുക. അതുപോലെ തന്നെ നെതർലാൻഡ്സും അതുപോലെ തന്നെ മഞ്ഞയിലാണ് വരുന്നത് ഇവിടുത്തെ ബോർഡ്. ഫ്രാൻസിൻ്റെ നീലയിൽ വരും, നീലയും വെള്ളയായിട്ട്. ഇവിടെ നിന്ന് ഇനി അധികം താമസിക്കാണ്ട് തന്നെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യും. ചില സമയത്തൊക്കെ ഇവിടുന്ന് ജർമ്മനിക്ക് ക്രോസ് ചെയ്യാൻ നേരത്തെ അവിടെ ചെക്കിങ് ഉണ്ടാവും. എല്ലായ്പ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല, ചില സമയങ്ങളിൽ. ചിലപ്പോൾ വണ്ടിയൊക്കെ പിടിച്ചു വയ്ക്കും, പിടിച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ. നമ്മളപ്പോൾ ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞ് സ്വല്പം അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ എത്തി. ഇവിടെ ഈ വണ്ടികളെല്ലാം ഡീസൽ അടിക്കാൻ കയറിയിട്ട് കിട്ടണ വണ്ടികളാണ്. പിന്നെന്ന് പറയാനായിട്ട് റോബറിയും ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വണ്ടികളൊക്കെ 13 യൂറോ കൊടുത്തിട്ടായിരുന്നാലും ഇവിടെ ഇടും. അങ്ങനെ നമ്മൾ ഡച്ച് ലാൻഡിലേക്ക് കയറി. ഇവിടുന്ന് ഇതാണ് ഡച്ചിലേക്ക് കയറണത്. സാധാരണ ഇങ്ങനെ പാലം വരുമ്പോൾ പാലത്തിൻ്റെ പകുതി ഇപ്പുറം അപ്പുറം ജർമ്മനിയാണ് വരാറ്. പാലത്തിൻ്റെ പകുതി രണ്ടുപേരും ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഗതിയിൽ രാജ്യങ്ങളിലെ ബോർഡർ തന്നെ. ഇവിടെ നിന്നതേ സംഭവം എഴുതിയേക്കണം. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ട്രക്കുകളിൽ. എന്തായാലും സാധാരണ ചെക്കിങ് ഇവിടെ ഉണ്ടാവാറ്, ഇപ്പം എന്തായാലും ഇല്ല. അല്ലെങ്കിൽ അവർ റോഡിൻ്റെ നടുക്ക് തന്നെ
സംഭവങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് വിടും. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇനി നൈസായിട്ട് ജർമ്മനി കയറി ഇനി ഇവിടുന്ന് ഒരു 2.25 മണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്. ഒരു ഉച്ചയ്ക്ക് ഒരു 12-12.15 ആകുമ്പോഴേക്ക് എത്താമെന്ന് വിചാരിക്കുന്നത്. കൂട്ടുകാരെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.